ഇന്ന് നമ്മുടെ കസിൻ സിസ്റ്ററിൻ്റെ മാരേജാണ്. കസിൻ സിസ്റ്റർ എന്ന് പറഞ്ഞാൽ അരുൺ ചേട്ടൻ്റെ സിസ്റ്ററാണ് കേട്ടോ. അപ്പം ഞങ്ങളതിന് പോയിരിക്കുകയാണ്. ഇതാണ് സ്റ്റേജ്, അടിപൊളി സ്റ്റേജായിരുന്നു. അങ്ങനെ അവിടെ എത്തി, വെൽക്കം ഡ്രിങ്കൊക്കെ കുടിച്ചു. ഇങ്ങനെ വെൽക്കം ഡ്രിങ്കൊക്കെ കുടിച്ച് ഞങ്ങളകത്തോട്ട് ഇത് വഴി അകത്തേക്ക് പോന്നു. അത് ബ്രൈഡ് എത്തിയിട്ടുണ്ടായിരുന്നില്ല, അവർ ഗുരുവായൂരായിരുന്നു താലി കേട്ടോ. അപ്പോൾ അവരെത്താൻ കുറച്ച് ലേറ്റായി. അപ്പോൾ അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അവസാനം അവർ രണ്ടുപേരും വന്നു. ഞാൻ മോളിൽ നിന്നിട്ട് വീഡിയോ എടുക്കുന്നത്. അതാണ് ഇങ്ങനെ ഫ്രണ്ടിൽ നിന്ന് എടുക്കാൻ ആ ക്യാമറാമാന്മാർ എന്താ പറയുക, സമ്മതിക്കില്ലേ മുമ്പിൽ പോയി നിന്നിട്ട്. അപ്പോൾ അവർ സമ്മതിക്കില്ല. അപ്പോൾ പിന്നെ ഞാൻ ഇതേ നിവർത്തിയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ബാൽക്കണിയിൽ പോയി കയറി ഇത് വീഡിയോ ഇങ്ങനെ എടുത്തു. ഇങ്ങനെ കിട്ടിയത് ഭാഗ്യം. അത് താഴേക്ക് നല്ല തിരക്കായിരുന്നു. അപ്പോൾ അവിടെ വെച്ചിട്ട് വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ അവർ സ്റ്റേജിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ ഈ കാണുന്നത് കേട്ടോ. ഇവർ രണ്ടുപേരും ഒന്നിച്ച് പഠിച്ചതാണ് കേട്ടോ. ഇവരുടെ ലവ് മാരേജാണ്. കുറേ വർഷത്തെ ഒരു പ്രണയമാണ് ഇപ്പോൾ സഫലമായിരിക്കുന്നത്. അതിലൊരുപാട് സന്തോഷമുണ്ട്. വീട്ടുകാരുടെ അനുഗ്രഹത്തോടു കൂടി അത് സാധിക്കുക എന്ന് പറഞ്ഞാൽ അത് ചില്ലറ കാര്യമല്ല. ഒരുപാട് കഷ്ടപ്പാടുണ്ട്. അതൊക്കെ നടന്നു. ഇതാണ് നമ്മുടെ ചെക്കനും പെണ്ണും. സ്റ്റേജിൽ കയറിയിട്ട് അവർ നമസ്കാരം പറയുന്നു. മറ്റേ ഇനിയും ആധികാരികമായി പറയാൻ എനിക്ക് അറിഞ്ഞുകൂടാ. നമസ്കാരം പറയുകയാണ്. എന്നിട്ട് അവർ അഭിമുഖീകരിക്കുക എനിക്ക് പറയില്ലേ. എന്തൊരു കനൽ വാക്കളേ. ഞാൻ എന്നെ കൊണ്ടൊക്കെ തോറ്റു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. പിന്നെ ഇനിയിപ്പോൾ ഫോട്ടോ സെഷനും കാര്യങ്ങളൊക്കെയാണ്. ഓരോരുത്തർ ഇനിയിപ്പോൾ കയറി ഫോട്ടോ എടുത്തു. കൂട്ടത്തിൽ ഞാനും എടുത്തു. പക്ഷെ ഞാൻ ഇതിലിട്ടില്ല. കണ്ട കുറേ ആൾക്കാരുണ്ട്. എത്ര പേരല്ലേ, കുറേ ആൾക്കാരുണ്ട്. നമ്മുടെ ബന്ധുക്കൾ തന്നെയാണ്. കുറേ പേരൊന്നും എനിക്കറിയില്ല. ഞാൻ പിന്നെ എൻ്റെ മെയിൻ പരിപാടിയായ ഫുഡ് ഡീലിലേക്ക് കിടന്നു. അങ്ങനെ കായ് വറുത്താണ് ആദ്യം വന്നത്. പിന്നെ ഓരോ ഐറ്റംസ് ആയിട്ട് വന്നു തുടങ്ങി. ഇഞ്ചമ്പുളി വന്നു, അച്ചാർ വന്നു. അത് മാങ്ങ അച്ചാറാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മാങ്ങ അച്ചാർ. പിന്നെ വടുകപ്പുള്ളി അച്ചാർ, 2 അച്ചാറുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. സൂപ്പർ ഫുഡായിരുന്നു. ഒരു രക്ഷയില്ലാത്ത ഫുഡായിരുന്നു. പിന്നെ പരിപ്പ്, ഇപ്പോഴും വായിൽ വെള്ളം വരിക ഫുഡിൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ. തോരൻ വന്നു. ചേച്ചിമാർ ഇത്തിരി സ്ലോ ആയിരുന്നേ. പിന്നെന്താ കറി, മീൻ കറിയോ അങ്ങനെ എന്തോ അവർ പറഞ്ഞത് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നോക്കടാ, അവൻ്റെ ഇലയിൽ 2 പപ്പടം. അങ്ങനെ ഇപ്പം ഞാൻ സമ്മതിക്കില്ല. എനിക്കൊരു പപ്പടം തന്നു, അവന് മാത്രം 2 പപ്പടം. അതെങ്ങനെ ശരിയാവുക? സമ്മതിക്കില്ല ഞാൻ അവൻ്റെ പപ്പടം അടിച്ച് മാറ്റി. അങ്ങനെ ഇപ്പം അവൻ സഹിക്കണ്ട, അതെൻ്റെ ഇരിക്കണ്ടേ. അങ്ങനെ ലാസ്റ്റ് ചോറ് വന്നു, സാമ്പാർ വന്നു. അമ്പൂട്ട് അവിടെ കഴിച്ചു തുടങ്ങി. ചോറ് സാമ്പാറും ഞാനും കഴിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോരാണ്. വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇന്ന് ഈ കല്യാണം മാത്രമല്ലായിരുന്നു, ആര്യൻ്റെ 15th ബർത്ത്ഡേ കൂടിയായിരുന്നു. അപ്പം ഞങ്ങൾക്ക് അതും കൂടി സെലിബ്രേറ്റ് ചെയ്യണ്ടേ. അപ്പം വൈകിട്ടാണ് ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ വൈകിട്ട് ചെറിയൊരു കേക്ക് കട്ടിങ് കാര്യങ്ങളും അത്രേ ഉള്ളൂ. വലിയ ആർഭാട ഫങ്ഷനൊന്നുമല്ല. അപ്പോൾ അത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്യണം. അപ്പോൾ ഉച്ച കഴിഞ്ഞ് ഏകദേശം ഒരു 2-2:30 ആയപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് പോയി. കേക്ക് കട്ടിങ്ങിൻ്റെ കാര്യത്തിന് നിന്നു. ഇതാണ് ആര്യൻ്റെ കേക്ക്. അങ്ങനെ ഞങ്ങൾ ആ കേക്കൊക്കെ കട്ട് ചെയ്യുന്നു. ഇപ്പോൾ പൊട്ടുമെന്ന് പറഞ്ഞ് നിൽക്കാൻ തുടങ്ങിയിട്ട് നേരം കുറേ. പക്ഷേ ഇവൻ്റെ കയ്യിലിരുന്ന് അത് പൊട്ടിയിട്ടില്ല കേട്ടോ. അത് പൊട്ടിക്കാൻ എളുപ്പമായിരുന്നില്ല കേസ്. തിരിച്ചിട്ട് പൊട്ടണ്ടേ. അവസാനം എൻ്റെ ആങ്ങളെ പിടിച്ച് മേടിച്ചു അത് പൊട്ടിക്കാമെന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ ഇടയിൽ എല്ലാവർക്കും കേക്കൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ എനിക്കും കിട്ടിയൊരു പീസ്. പക്ഷേ എനിക്കത് എടുക്കാൻ പറ്റിയില്ല, കാരണം ഞാനാണ് വീഡിയോ എടുത്ത് തുറന്നതേ. അപ്പോഴേക്ക് എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങളുടെ നന്നുമ്മയ്ക്ക് കൊടുത്തു കുഞ്ഞി കേക്ക്. അവൾക്ക് ഇഷ്ടമായി കേക്ക്, ഭയങ്കര ഇഷ്ടമായിട്ടോ കേക്ക്. അമ്പും അതിൻ്റെ ഇടയിൽ കൈയിട്ട് പോയിട്ടുണ്ട് കേക്കിൽ. അവസാനം കാത്തിരുന്ന സാധനം പൊട്ടി. അയ്യോ, എത്ര സമയം എടുത്തിട്ട് അത് പൊട്ടിച്ചതെന്നറിയോ. അങ്ങനെ എല്ലാവർക്കും കൊടുത്തത് എൻ്റെ മാമൻ, അമ്മ. വീഡിയോ കോളിൽ എൻ്റെ അനിയത്തിൻ്റെ ഇട്ടാ. പക്ഷെ ഞാൻ അവളെ കാണിക്കില്ല. അവൾക്ക് ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ല, ഭയങ്കരമായിട്ട് സങ്കടമുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ അത് എടുത്തില്ല. അതിൻ്റെ ഇടയിൽ ഞാൻ നുഴഞ്ഞ് കയറി കേക്ക് കട്ട് ചെയ്യാൻ പോകാനിട്ടാ. കേക്ക് കട്ട് ചെയ്യാനായിട്ട് ഞാൻ നുഴഞ്ഞ് കയറി പോയി. എല്ലാവർക്കും കേക്ക് കട്ട് ചെയ്ത് കൊടുക്കണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അല്ലാണ്ട് എനിക്ക് തിന്നാനല്ല കേസ്. ഞാനൊരു കുഞ്ഞു പീസ് മാത്രമേ കഴിച്ചിട്ടുള്ളൂ, പിന്നെ കഴിച്ചിട്ടില്ല. അപ്പോൾ അവിടെയുള്ള എല്ലാവർക്കും ഓരോ പീസസ് കട്ട് ചെയ്ത് കൊടുക്കണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെന്നത്. അവരെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അവർ 2 ആളും കൂടി അവിടെ കിടന്ന് തല്ലുകൂടിയിട്ട് അത് കൊളാക്കും. അപ്പോൾ അതിന് ഭേദം
ഞാൻ തന്നെ കട്ട് ചെയ്ത് എല്ലാവർക്കും അവൻ്റെ കയ്യിൽ കൊടുത്തിട്ട് അവനെ കൊണ്ട് കൊടുപ്പിക്കുകയായിരുന്നു ബെറ്റർ. അതിനൊരു അമ്പ് പിന്നെയും വന്നിട്ട് കേക്ക് ചോദിക്കുന്നുണ്ട്. പിന്നെ ഞാൻ വല്ലപ്പോഴും അല്ലേ എന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ കൊടുത്തു. എന്നും കിട്ടും കഴിക്കൊന്നും ഇല്ലല്ലോ. അപ്പം ഞാൻ അവർക്ക് കേക്കൊക്കെ കൊടുത്തു. ആര്യൻ്റെ അമ്മമ്മയ്ക്ക് കേക്ക് കൊടുത്തിട്ട് എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുക. അമ്മമ്മ പറയുന്നുണ്ട് എനിക്ക് ഇത്ര വേണ്ട ഇത്ര വേണ്ട പറയുമ്പോൾ അത് കഴിച്ചോ എന്ന് പറയുന്നുണ്ട്. പക്ഷെ ആളത് കൂട്ടാക്കണില്ല. ഒരു ചെറിയ പീസ് ആൾക്ക് അത്ര കാര്യമായിട്ട് മധുരം കൊടുക്കണില്ല, ഷുഗറൊക്കെ ഉള്ള കാരണം. അത് കാരണം കൊണ്ടാണ് കേട്ടോ. പിന്നെ നീ മാമനൊക്കെ കൊടുത്തു. അന്നമ്മയ്ക്ക് കേക്ക് കിട്ടാൻ നോക്കിയിരിക്കട്ടുള്ളൂ. കേക്ക് വരാ കേക്ക് ഞാൻ ആരെ എന്തൊക്കെയോ വിളിച്ച് പറയണ്ടേക്കൊന്നും മനസ്സിലായത്. അതിൻ്റെ ഇടയിൽ അമ്പു വന്നിട്ട് നന്നൂസിന് കേക്ക് കൊടുക്കണം. അങ്ങനെ എല്ലാവർക്കും കേക്ക് കൊടുത്തു. ഷൈനി അമ്മൂമ്മ അവിടെ നിന്ന് കേക്ക് കഴിക്കുന്നു. അമ്പു വന്നിട്ട് അതിൻ്റെ ഇടയിൽ ആര്യം തന്നെയാണ് ഇപ്പോൾ കുശുമ്പിന് എനിക്കും കൊണ്ട് തന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒന്ന് പുറത്തേക്ക് പോവാണ്. വെറുതെ ഇതൊക്കെ ഞങ്ങൾക്ക് വല്ലപ്പോഴുള്ളൊരു വട്ടമാണ്. വട്ടമെന്ന് പറയാനില്ല, വെറുതെ പുറത്തൊക്കെ ഒന്ന് പോവുക, റൗണ്ട് അടിക്കുക, നൈറ്റ് ഡ്രൈവ്. അതിൻ്റെ കൂടെ ചെറിയ മഴ ഉണ്ടെങ്കിൽ സൂപ്പറായിരുന്നു. അപ്പോൾ നൈറ്റ് ഡ്രൈവിന് പോവാണ്. ഇവിടുന്ന് പോയി ഞാൻ വിചാരിച്ചു പുറത്ത് പോയിട്ട് എന്തെങ്കിലും ഫുഡ് മേടിക്കാം എന്നൊന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ പോയത്. കാര്യമായിട്ട് ആ സമയത്തൊന്നും കിട്ടിയില്ല. പക്ഷേ മറ്റേ ഫാസ്റ്റ് ഫുഡിൻ്റെ തട്ടുകട അവിടെ വല്ലപ്പോഴും കേട്ടോ മേടിക്കുള്ളൂ. എന്നും ഞങ്ങൾ മേടിക്കണമൊന്നുമില്ല. അപ്പോൾ വല്ലപ്പോഴും അത് മേടിച്ചിട്ട് കഴിക്കാനെന്നുള്ളൊരു പ്ലാനിലാണ് പോയത്. നല്ല മഴയൊക്കെ ആയിരുന്നു. അങ്ങനെ കാറിൽ നല്ല മഴയത്ത് പാട്ടൊക്കെ പാടിപ്പോകാൻ നല്ല രസമാണല്ലോ. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. ഈ കട അറിയാത്തവരുണ്ടാവില്ല, ചെർക്കകോടുള്ള വരദ എന്ന് പറഞ്ഞിട്ടുള്ള കട. നല്ല ടേസ്റ്റാണ്. അവിടെ നിന്ന് ഞണ്ടും കക്കിയും കൂടി വാങ്ങി വീട്ടിലേക്ക് തിരിച്ചു പോന്നു.